എഡ്യൂക്കേഷൻ പീരീഡിൽ നിന്ന് എംപ്ലോയ്മെൻറ്റ് പീരീഡിലേക്ക് അല്ലെങ്കിൽ ഫേസിലേക്ക് കടക്കുമ്പോൾ രണ്ട് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ സ്റ്റുഡൻസും കടന്നു പോകേണ്ടതാണ് ഈ രണ്ട് കാര്യങ്ങളിൽ കൂടി. ഒന്ന് റെസ്യൂമെ ബിൽഡിംഗ് ആണ്, മറ്റത് ഇൻ്റർവ്യൂ ആണ്. റെസ്യൂമെ ബിൽഡിംഗ് എന്നുള്ളത് പലപ്പോഴും ഹയർ ചെയ്ത് അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന് കോപ്പി അടിച്ച് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ റെസ്യൂമെ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്ന് അറിയാത്തതിൻ്റെ പ്രാധാന്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഫേസ് ആയിട്ടുള്ള ജോബ് ഇൻ്റർവ്യൂവും ഇതുമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സ്വയം റെസ്യൂമെ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോബ് ഇൻ്റർവ്യൂ സമയത്ത് പല കൺഫ്യൂഷൻസും ഒഴിവാക്കാൻ പറ്റും, നിങ്ങൾക്കും അതോടൊപ്പം നിങ്ങളെ ജോബ് ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കും. ഇനി ജോബ് ഇൻ്റർവ്യൂവിൽ വരുന്ന വളരെ ക്രിട്ടിക്കലായ ക്വസ്റ്റ്യൻ ആണ്, അതോടൊപ്പം റെഡിമെയ്ഡ് ആൻസർ കൊടുക്കാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 5 വർഷത്തിന് ശേഷം നിങ്ങളെ എവിടെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഇട്ടു തരുമ്പോൾ എംപ്ലോയറിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെയുള്ള ആൻസറാണ് കൊടുക്കുന്നത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി തരുന്നത് പല കാര്യങ്ങളാണ്. ചില കൂട്ടുകാർ അവരുടെ ആൻസർ വെക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 5 വർഷത്തിന് ശേഷം ആ ഒരു കാൻഡിഡേറ്റ് എന്താകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യം പറയും. അതായത് വളരെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുകയാണ്. അത് കുറേ കൂടി സെൽഫിഷ് എന്ന രീതിയിലുള്ള റെസ്പോൺസാണ് കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ കൂട്ടരെന്നുള്ളത് അതർ എക്സ്ട്രീമാണ്. അതായത് അവർ ഓർഗനൈസേഷന് വേണ്ടി എല്ലാം ചെയ്യുന്ന രീതിയിൽ, അതായത് 5 വർഷത്തിന് ശേഷം എനിക്ക് ഓർഗനൈസേഷനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം എന്ന വളരെ ഐഡിയലിസ്റ്റിക്കായ റെസ്പോൺസും കൊടുക്കുന്നവരുണ്ട്. ഇതും തീർച്ചയായിട്ടും ഒരു റെഡ് ഫ്ലാഗാണ്. ഒന്ന് എക്സ്ട്രീംലി പേഴ്സണലായി ആൻസർ ചെയ്യുന്ന ആൾക്കാരാണ്, മറ്റത് എക്സ്ട്രീംലി ഓർഗനൈസേഷൻ ലെവലിൽ ആൻസർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇൻ്റർവ്യൂവർ ഈ ഒരു ക്വസ്റ്റ്യൻ തരുന്നത് തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചില കൂട്ടുകാർ ആ ആൻസർ തന്നെ പറയാൻ മടിക്കുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും വേറൊരു നെഗറ്റീവ് മാർക്കാണ്, സിഗ്നലാണ് നൽകുന്നത്. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ആൻസർ? തീർച്ചയായിട്ടും ഇതിനൊരു റെഡിമെയ്ഡ് ആൻസർ ഇല്ല, മറിച്ച് ഒരു രൂപരേഖ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ എഫക്റ്റീവ്നെസ് കൂട്ടേണ്ടതായിട്ടുണ്ട്, ഓർഗനൈസേഷൻ്റെ അച്ചീവ്മെൻറ്റ്സിനും ഓർഗനൈസേഷണൽ ഗോൾസിനും അവരുടെ ബിസിനസ് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന രീതിയിൽ. നിങ്ങളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുന്നു, അത് ഓർഗനൈസേഷന് എങ്ങനെ ബെനിഫിറ്റ് ആകാൻ പോകുന്നു എന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ആൻസർ എന്നുള്ളത്. അത് നിങ്ങൾക്ക് പേഴ്സണലി ട്വീക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും, പക്ഷേ ഇതായിരിക്കണം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്നുള്ളത്. നിങ്ങളെ തന്നെ ബെറ്റർ ആക്കുന്നു, അതിൽ കൂടി ഓർഗനൈസേഷനെ കൂടി ബെറ്റർ ആക്കുന്നു. അങ്ങനെയുള്ളൊരു ആൻസർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയറിന് നല്ല ഒരു മതിപ്പ് നിങ്ങളെക്കുറിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.